അലീനയെ പുറത്താക്കണമെന്ന ആവശ്യവുമായി വൈജയന്തി അങ്ങനെ നമ്മുടെ ഗംഗേട്ടൻ്റെ അടുത്തേക്കും ശിവൻ്റെ അടുത്തേക്കും ചെല്ലുന്നുണ്ട് നമ്മുടെ വൈജയന്തി അതിന് ശേഷമാണെങ്കിൽ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ മകളല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും അലീന കടപ്പാട്ടൂർ വീട്ടിൽ തുടരുന്നതിന് യാതൊരു അർത്ഥമോ കാര്യമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവളോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ എന്ന് പറയുമ്പോൾ, അതെന്താ നിനക്ക് ഇപ്പോൾ ഒരു പൂതി അവിടേക്ക് തിരിച്ചു പോകാൻ? അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെന്നറിഞ്ഞപ്പോൾ നിനക്ക് ബാലചന്ദ്രൻ്റെ കൂടെ ജീവിക്കാൻ കൊതിയായോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനു കൊതിക്കണം? അതൊന്നുമല്ല, അവൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അത് കേട്ട ഗംഗേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, കാരണങ്ങളൊന്നും ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട് അവൾക്ക് അവിടെ നിൽക്കാനായിട്ട്. എന്തായാലും നിൻ്റെ ഈ പരിപാടിയൊന്നും അത്ര പെട്ടെന്നൊന്നും നടക്കാനായിട്ട് പോകുന്നൊന്നുമില്ല വൈജയൻ. നീ അതോർത്ത് അത് കണ്ട് അങ്ങനെ വെള്ളമിറക്കി ഇരിക്കുകയൊന്നും വേണ്ട. എന്തായാലും പെട്ടെന്നൊന്നും നമ്മുടെ ആ ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഗംഗേട്ടൻ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഗംഗേട്ട. എനിക്ക് അതിൻ്റെ കാരണമാണ് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗേട്ടനാണെങ്കിൽ നീ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നിനക്കത് മനസ്സിലാകുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ